ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിക്സറാണ്. ബോംബെ മിക്സർ വളരെ ടേസ്റ്റിയായി വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. ഇനി ഇതുപോലെയുള്ള മിക്സർ ഇഷ്ടമുള്ളവർ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോകൾ മുഴുവൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബോംബെ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ചെറിയ കപ്പിൽ 2 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. 2 കപ്പ് കടലമാവ് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി അരിപ്പൊടി കൂടി എടുക്കുന്നുണ്ട്. ഈ കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പീച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സേവനാഴിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലപോലെ മിനുസമായി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ കൂടി പോകാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇത് കടലമാവ് അധികമുള്ളതിനാൽ കയ്യിലൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത്. ഇത് റെഡിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അല്പം ബൂന്തിക്കുള്ള മാവ് കൂടി തയ്യാറാക്കി എടുക്കാം. മിക്സറിൽ നമ്മൾ കളറിലുള്ള ബൂന്തികൾ കാണാറില്ലേ, അതിനുള്ള മാവാണ് ഇനി തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ കട്ടയില്ലാതെ നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. നല്ല ദോശയുടെ മാവിൻ്റെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ഒട്ടും തന്നെ കട്ടയുണ്ടാകാൻ പാടില്ല, വെള്ളം കൂടി പോകാനും പാടില്ല. നല്ലതുപോലെ തന്നെ ഒന്ന് കലക്കിയെടുക്കാം. അതുപോലെ കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടലമാവ് കുഴയ്ക്കുന്ന ആ സമയത്ത് സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ ബൂന്തി ഉണ്ടാക്കുന്ന മാവിൽ അല്പം സോഡാപ്പൊടി ചേർത്താലാണ് നമുക്ക് ബൂന്തി നല്ലതുപോലെ പൊങ്ങി വരികയുള്ളൂ. ഇനി നമുക്കിത് ഒരു 3 പാത്രത്തിലാക്കി എടുക്കാം. കളർ ചേർക്കാൻ വേണ്ടിയാണ് 3 പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ അല്പം റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇതൊരു ഓറഞ്ച് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം മറ്റേതിലേക്ക് കൂടി കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അല്പം ഒരു ഓറഞ്ച് കളർ ചേർത്ത് മറ്റു പാത്രത്തിൽ കലക്കിയെടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് കളർ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ല മഞ്ഞ കളറായി കിട്ടും. അതുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 3ാമത്തെ ബൗളിലേക്ക് നമുക്ക് 1 തുള്ളി 1-2 തുള്ളി മാത്രം നീല കളർ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെടുന്നൊരു കളറാണ് കിട്ടുന്നത്. അതുകൂടെ നമുക്ക് റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 കളറും കൂടി ഞാൻ തയ്യാറാക്കി ഇവിടെ വച്ചിട്ടുണ്ട്.
ബൂന്തിക്കുള്ള മാവ് കൂടി തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മസൂർ ദാൽ വേണം. ഇത് ഞാൻ 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി എടുത്തിരിക്കുന്നതാണ്. കഴുകിയതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി നല്ലതുപോലെ വെള്ളം വാർത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം വറുത്തെടുക്കാൻ. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ വെള്ളം വാർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സറിനുള്ള മാവും ബൂന്തിക്കുള്ള മാവും മസൂർ ദാലും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇടിയപ്പത്തിൻ്റെ തന്നെ ചില്ലാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. തീരെ കനം കുറഞ്ഞ ഹോൾസാണ് ഇതിലുള്ളത്. നമ്മൾ കടയിൽ നിന്നുമെല്ലാം ബോംബെ മിച്ചർ വാങ്ങുമ്പോൾ തീരെ കനം കുറഞ്ഞ മിച്ചറല്ലേ നമ്മൾക്ക് കിട്ടാറുള്ളത്. അതുപോലെ തീരെ കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇടിയപ്പത്തിൻ്റെ ഈ ചില്ല് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തീരെ കനം കുറഞ്ഞ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണ മിച്ചറാണെങ്കിൽ അല്പം കൂടി വലിയ ഹോൾസുള്ള ചില്ലാണ് വെച്ച് കൊടുക്കാറ്. ഇതിന് ഈ ചില്ലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഈ മാവ് മുഴുവൻ ഈ സേവനാഴിയിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നല്ലതുപോലെ മൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇതുപോലെ പിഴിച്ച് കൊടുക്കാം. തീരെ കനം കുറഞ്ഞ് നല്ല റൗണ്ടായിട്ട് നമുക്ക് പിഴിച്ച് കൊടുക്കാം. ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി എന്ന് തോന്നിയാൽ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് മുഴുവൻ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ഇപ്പോൾ ഇതിൽ നിന്നും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ ബൂന്തിയുടെ മാവിൽ നിന്നും ഒരു കളർ മാവെടുത്ത് ഇതുപോലൊരു അരിപ്പക്കയിൽ വച്ച് കൊടുത്ത് ഇതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല തുള്ളി തുള്ളികളായി വീണ് നല്ലതുപോലെ വീർത്ത് നല്ല ബൂന്തിയായി വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അരിപ്പ വെച്ച് ഇതൊന്ന് കോരി മാറ്റാം. ചെറിയ ഓൾസുള്ള അരിപ്പ കൊണ്ട് കോരി എടുക്കുന്നതായിരിക്കും സൗകര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ അരിപ്പ എടുത്ത് കോരി മാറ്റുന്നത്. ഇത് മുഴുവൻ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റു ബൂന്തികൾ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത കളർ ഇതേ അരിപ്പ കയ്യിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ ബൂന്തിയാക്കിയെടുക്കാം. അരിപ്പയിൽ നിന്നും ആദ്യത്തേത് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ ബൂന്തിയും കൂടി ഇതിലേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ്.
അടുത്തത് കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ ബൂന്തികളും ഞാനിവിടെ തയ്യാറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് മസൂർ ദാൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ കുറച്ചധികം മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഒറ്റയടിക്കിട്ടാൽ ഫ്രൈ ആയി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്നും അല്പം എടുത്ത് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം നേരം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരണം. നല്ലതുപോലെ കുതിർന്നിരിക്കുന്ന പരിപ്പായതിനാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസൂർ ദാൽ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ദാൽ കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് മിക്സറാക്കി എടുക്കണം. അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരല്പം വലിയ പാത്രം തന്നെ എടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ ഈ മസൂർ ദാൽ ഫ്രൈ ചെയ്തതും അതിൻ്റെ കൂടെ ഈ ബൂന്തിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഈ മിക്സർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊടിച്ച് കൊടുക്കാം. കൈകൊണ്ട് പതുക്കി ഒന്ന് അമർത്തിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഇത് മുഴുവൻ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം ചേർക്കാനുള്ളത്. നമ്മളിതെല്ലാം റെഡിയാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. പകരം ഞാൻ ഇതിലേക്ക് അല്പം ബ്ലാക്ക് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് സോൾട്ട് എന്നാണ് പേരെങ്കിലും ഇതിൻ്റെ കളർ ഒരു പിങ്ക് കളറാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പാകമായോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ അധികം ഉപ്പ് ചേർത്ത് പോയാൽ ഉപ്പ് കൂടിപ്പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കുറഞ്ഞു പോകുകയാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ബ്ലാക്ക് സോൾട്ട് ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നമ്മൾ ബോംബെ മിക്സർ മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു, മറ്റു മിക്സറിനേക്കാളും വ്യത്യസ്തമായിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായില്ല. മുട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുമായിരുന്നു. അത് ഈ ബ്ലാക്ക് സോൾട്ടിൽ നിന്നും ഉണ്ടാകുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സറാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ബോംബെ മിക്സർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.